മോളിതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അമ്മ കഴിഞ്ഞ തവണ ക്രിസ്മസ് അവധിക്ക് കൊടൈക്കനാലില് ടൂറ് വന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? മോളത് മറന്നില്ലേ? ഇല്ല, ബിസിനസിന്റെ തിരക്കാണെന്ന് പറഞ്ഞ അമ്മ അന്നെ കൊണ്ടുപോയില്ല. ഇപ്രാവശ്യം ഒന്നും പറയരുത്. ഈ ഓണാവധിക്ക് നമുക്ക് കൊടൈക്കനാലില് പോണം. ഇത്രയും നാളും എന്റെ മോളോടൊപ്പം ചെലവഴിക്കേണ്ട സമയം കൂടി ഞാൻ ബിസിനസിന് വേണ്ടി ചെലവാക്കി. അമ്മ എന്താ ഒന്നും പറയാത്തെ? കൊടൈക്കനാൽ പോവാൻ പറ്റില്ലേ? അത് പിന്നെ നമുക്ക് നോക്കാം മോളെ. അത് പറ്റില്ല. അമ്മ എനിക്കിപ്പോ പ്രോമിസ് തരണം. ഓണത്തിന് മുമ്പ് കേസ് വിധിയായാൽ എല്ലാം കൈവിട്ടു പോവും. മോൾക്ക് കൊടുക്കുന്ന വാക്കും പാലിക്കാൻ പറ്റില്ല. എനിക്ക് പ്രോമിസ് താ അമ്മേ. അതെ, പ്രോമിസ് ഒന്നും വേണ്ട. നമുക്ക് നോക്കാം മോളെ. മോള് ചെന്ന് കിടക്ക. എനിക്ക് അവിടെ കിടക്കണ്ട, അമ്മയുടെ മടി കിടന്നാ മതി. കോടതിയിൽ കേസ് എനിക്കെതിരായിട്ട് വന്നാൽ എനിക്കെന്റെ മോൾക്കൊപ്പം ഒരു യാത്ര പോകാൻ പറ്റുമോ? എന്റെ കുഞ്ഞിനെ ഇങ്ങനെ മടിയിൽ കിടത്തി അവൾക്കൊപ്പം എനിക്കിനി എത്ര നാൾ? എനിക്ക് അവന്തിയെ സഹായിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതല്ലേ? എന്നാലും തീരുമാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോന്നറിയാലോ. അവന്തിയെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള പക്വതയുള്ളവരാണ് നമ്മൾ. തുറന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് പറയാ. വക്കീൽ ഒരു കേസിൽ പ്രതീക്ഷിക്കുന്നതിന്റെ 4 ഇരട്ടി പണം ഇതിലുണ്ട്. ഗോകുലിന്റെ മനസ്സിൽ എന്നോട് പരിഹാസമാണെന്നറിയാം. ഗോകുൽ എത്ര പണം ആവശ്യപ്പെട്ടാലും ഞാനത് തരാം. ദയവേത് ഗോകുൽ ഈ കേസിൽ നിന്ന് പിന്മാറണം. പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് കൺമുന്നിൽ കാണുന്നതെല്ലാമെന്ന് അവന്തി വിചാരിക്കരുത്. പണം കൊടുത്താൽ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അഡ്വക്കേറ്റുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുതെന്ന് നിങ്ങളോട് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ മുന്നിൽ മറ്റു വഴികളില്ല ഗോകുൽ. നിങ്ങൾ ഈ കേസ് വാദിച്ചാൽ ഞാൻ തോൽക്കും. എന്റെ തകർച്ച പൂർണ്ണമാകും. അതോ ഞാൻ തകർന്ന് തരിപ്പണമാവുന്നത് കാണാനാണോ ഗോകുലിന് ഇഷ്ടം? വ്യക്തിപരമായ ആരുടെയെങ്കിലും ജയമോ തോൽവിയോ എന്റെ പ്രശ്നമല്ല. ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുക, അതാണ് എന്റെ ജോലി. ഒളിച്ചു വെക്കാൻ രഹസ്യങ്ങളൊന്നും ഇല്ലാത്ത ആളല്ലല്ലോ അഡ്വക്കേറ്റ് ഗോകുൽ രാജ്. നെഞ്ചിൽ കൈവച്ച് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്?